ഹലോ എവരിവൺ, പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. 10ാം ക്ലാസ്സിൽ പാഠപുസ്തകത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ആളുടെ ഏജ് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാമാണ് ഫസ്റ്റ് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി നമുക്ക് പൈത്തൺ പ്രോഗ്രാമിങ്ങിൻ്റെ IDE ആയിട്ടുള്ള ഐഡിൽ ഓപ്പൺ ചെയ്യാം. ഷോ ആപ്ലിക്കേഷൻസിൽ ഐഡിൽ ഇതിൽ ഒരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്ത ശേഷം മാത്രമേ നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാവൂ. ഫയൽ ന്യൂ ഫയൽ എന്നെടുക്കുക. ഇതിൽ നമ്മുടെ പ്രോഗ്രാമിംഗ് തുടങ്ങാം. നമുക്കറിയാം, ഒരാളുടെ ഏജ് കണ്ടെത്തണമെങ്കിൽ നമുക്ക് അയാളുടെ ഇയർ ഓഫ് ബർത്തും കറണ്ട് ഇയറും ഇപ്പോഴത്തെ ഇയറും അറിഞ്ഞിരുന്നാൽ കറണ്ട് ഇയറിൽ നിന്നും ഇയർ ഓഫ് ബർത്ത് മൈനസ് ചെയ്താൽ നമുക്ക് അയാളുടെ ഏജ് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമ്മൾ ബേസിക് ആയിട്ട് ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുക? നമുക്കതിന് ഏതെല്ലാം വേരിയബിൾസ് ആവശ്യമാണ്? ഫസ്റ്റ് നമുക്ക് ബർത്ത് ഇയർ വേണം, അല്ലേ? പൈത്തൺ പ്രോഗ്രാമിങ്ങിൽ സ്പേസ് അലൗഡ് അല്ല. ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്പേസ് കൊടുക്കാൻ പാടില്ല. സ്പേസ് ഇല്ലാതെ കൊടുക്കാം. സ്പേസ് ആവശ്യമുണ്ടെങ്കിൽ അണ്ടർസ്കോർ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ അണ്ടർസ്കോർ യൂസ് ചെയ്തിട്ടുണ്ട്. ആ രൂപത്തിൽ കൊടുക്കാം. ഇപ്പോൾ ബർത്ത് ഇയർ എന്നുള്ളത് നമുക്ക് ഒരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാം, 2011. ദെൻ കറണ്ട് ഇയർ ഈക്വൽ ടു 2025. ഇനി നമുക്കതിൽ നിന്നും ഏജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? പൈത്തൺ എന്നത് വളരെ സിമ്പിളായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ഇംഗ്ലീഷ് ലാംഗ്വേജിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാം. ഏജ് എന്നുള്ളത് മറ്റൊരു വേരിയബിൾ ആണ്. അതിൽ നമുക്ക് കാൽക്കുലേഷൻസ് കൊടുക്കാം. കറണ്ട് ഇയർ മൈനസ് ബർത്ത് ഇയർ. ശ്രദ്ധിക്കേണ്ട കാര്യം, വേരിയബിളിന്റെ പേര് നമ്മൾ എങ്ങനെയാണോ കൊടുത്തത് അതേ രൂപത്തിൽ തന്നെ ഇവരെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. പൈത്തൺ ഈസ് എ കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ്. ലോവർ കേസ് ലെറ്ററും അപ്പർ കേസ് ലെറ്ററും ഡിഫറെൻ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഇനി നമുക്ക് പൈത്തണിൽ ഏത് ഒരു മെസ്സേജും ഒരു വേരിയബിളിന്റെ വാല്യൂം എന്തായാലും പ്രിന്റ് ചെയ്യാനുള്ള കമാൻഡാണ് പ്രിന്റ്. നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് ഓഫ് ഏജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, വേണമെങ്കിൽ നമുക്കൊരു കമാൻഡ് കൊടുത്തിട്ട് ചെയ്യാം. അങ്ങനെയെങ്കിൽ ഡബിൾ കോട്ട്സിൽ കൊടുക്കണം. യുവർ ഏജ് ഈസ് എന്ന് കോട്ട്സ് ക്ലോസ് ചെയ്താൽ ഒരു കോമ ഇട്ട ശേഷം നമ്മൾ വേരിയബിൾ പറഞ്ഞു കൊടുക്കാം. ഈ കോമ നിർബന്ധമാണ്. അതിട്ട് വേരിയബിളിൻ്റെ പേര്, ഇവിടെ ഏജ് എന്നുള്ളതിലാണ് വാല്യൂ കിടക്കുന്നുണ്ടാവുക, ആ ഏജ് എന്ന് പ്രിന്റ് ചെയ്യാൻ പറയാം. അപ്പോൾ ഇവിടെ ബർത്ത് ഇയർ എന്ന വേരിയബിളിലോട്ട് 2011 വരുന്നു. കറണ്ട് ഇയറിലോട്ട് 2025 വരുന്നു. ഏജ് ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്താ? സബ്ട്രാക്ഷൻ ഓപ്പറേറ്ററാണ് ഇവിടെ മൈനസ്. ഇത് യൂസ് ചെയ്തുകൊണ്ട് കാൽക്കുലേഷൻ നടക്കുന്നു. ഏജിലുള്ള വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. ഇതിനെ റൺ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ സേവ് ചെയ്യേണ്ടതുണ്ട്. ഫയൽ സേവ് എന്ന് കൊടുത്ത് നമുക്ക് ഒരു പേരിൽ ഇതിനെ സേവ് ചെയ്യാം. സേവ് കൊടുത്ത ശേഷം ഇവിടെ റൺ എന്ന മെനുവിൽ റൺ മൊഡ്യൂൾ അല്ലെങ്കിൽ കീബോർഡിലെ F5 എന്ന കീ പ്രസ് ചെയ്താലും മതി. റൺ മൊഡ്യൂൾ പ്രസ് ചെയ്താൽ നമുക്ക് യുവർ ഏജ് ഈസ് 14 എന്ന ഒരു ഔട്ട്പുട്ട് ലഭിച്ചിട്ടുണ്ട്. ഈ ഔട്ട്പുട്ടിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പ്രോഗ്രാം നമ്മൾ എത്ര തവണ റൺ ചെയ്താലും നമുക്ക് സെയിം ഔട്ട്പുട്ടാണ് ലഭിക്കുക, യുവർ ഏജ് ഈസ് 14, അല്ലേ? അതല്ല നമുക്ക് വേണ്ടത്. റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ കുട്ടിയുടെ പേര് ചോദിക്കണം, അയാളുടെ ഏജ് ഇയർ ഓഫ് ബർത്ത് ചോദിക്കണം, കറണ്ട് ഇയർ ചോദിക്കണം. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ബേസിലുള്ള ഒരു ഏജ് നമുക്ക് പറഞ്ഞു തരണം, അല്ലേ? ആ രൂപത്തിലേക്ക് ഈ പ്രോഗ്രാമിനെ നമുക്കൊന്ന് മാറ്റി നോക്കാം. അപ്പോൾ അവിടെ ബർത്ത് ഇയർ എന്നിടത്ത് നമുക്ക് എന്ത് വേണം? ഇയർ എത്രയാണ് എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് വരണം, അല്ലേ? അപ്പം അതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ഇൻപുട്ട് എന്ന കമാൻഡ്. ഇൻപുട്ട് എൻ്റർ യുവർ ബർത്ത് ഇയർ. ഇവിടെ നമുക്ക് ഏത് രൂപത്തിലും ടൈപ്പ് ചെയ്യാം. ഈ ഡബിൾ കോട്ട്സിനകത്ത് കൊടുക്കുന്നത്
എന്തും അതേപോലെ ഡിസ്പ്ലേ ചെയ്ത് വരാനുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം, സ്പേസ് ഒന്നും കൊടുക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. അതേപോലെ കറണ്ട് ഇയർ എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ റൺ ചെയ്യുന്ന എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു മെസ്സേജ് വരുന്ന രൂപത്തിൽ കൊടുക്കാം. എൻ്റർ ദ കറണ്ട് ഇയർ. ഓക്കെ, അതിനു മുൻപ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പേര് സ്റ്റോർ ചെയ്യാനുള്ള ഒരു വേരിയബിൾ ഉണ്ടാക്കാം. നെയിം, ഇവിടെ നെയിം, ബർത്ത് ഇയർ, കറണ്ട് ഇയർ, ഏജ് ഇതെല്ലാം വേരിയബിൾസ് ആണ്. ഇൻപുട്ട് ഓഫ് എൻ്റർ യുവർ നെയിം എന്ന് ചോദിക്കാം. ഓക്കെ, ദെൻ ഇവിടെ ഒരു മാറ്റം വരുത്തേണ്ടത്, നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂസ് എല്ലാം ഒരു ടെക്സ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രിങ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഇവിടെ നെയിം പ്രശ്നമല്ല, നമ്മൾ കൊടുക്കുന്നത് ടെക്സ്റ്റ് തന്നെയാണ്, അത് ടെക്സ്റ്റ് ആയിട്ട് എടുത്താൽ മതി. പക്ഷേ ഇയറും കറണ്ട്, ബർത്ത് ഇയർ, കറണ്ട് ഇയർ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നതിന് ഒരു ടെക്സ്റ്റ് രൂപത്തിലാണ് പരിഗണിക്കുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഓർ എനി അതർ കാൽക്കുലേഷൻസ് നടത്തുമ്പോൾ അതിന് നമുക്ക് നമ്പർ ആയിട്ട് കിട്ടണം അല്ലേ. ഇത് ടെക്സ്റ്റ് രൂപത്തിലാണ് കമ്പ്യൂട്ടറിൽ ഉണ്ടാവുക. അതിനൊരു നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്കുള്ള ഒരു ഫംഗ്ഷനാണ് ഇൻറ്റ്. അപ്പോൾ ഇൻറ്റ് ഓഫ് കറണ്ട് ഇയർ എന്നും ഇൻറ്റ് ഓഫ് ബർത്ത് ഇയർ എന്നും ആക്കി ഇതിനെ മാറ്റേണ്ടതുണ്ട്. ഓക്കെ, ഇൻറ്റ് ഓഫ് കറണ്ട് ഇയർ മൈനസ് ഇൻറ്റ് ഓഫ് ബർത്ത് ഇയർ, ദെൻ പ്രിന്റ് യുവർ ഏജസ്. ഈ രൂപത്തിലേക്ക് ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗുഡ് പ്രോഗ്രാമിംഗ് വേ ആണ് എന്ന് പറയാം. ഇതിനെ ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുന്നതിന് മുൻപ് സേവ് ചെയ്യാനുള്ള മെസ്സേജ് കാണിക്കും, അത് ഓക്കെ ബട്ട് കൊടുക്കുക. ദെൻ നമുക്ക് നിങ്ങളുടെ പേര് കൊടുക്കാം. എൻ്റർ യുവർ ബർത്ത് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണോ ബർത്ത് ഇയർ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 2012 എന്ന് കൊടുത്തിട്ടുണ്ട്. കറണ്ട് ഇയർ ചോദിക്കുന്നുണ്ട്, 2025 എന്ന് കൊടുത്തിട്ടുണ്ട്. യുവർ ഏജ് ഈസ് 13 എന്ന ഒരു മെസ്സേജ് നമുക്ക് കാണിക്കും. ഇത് കഴിഞ്ഞ് നമ്മൾ ഇതിനെ വീണ്ടും റൺ ചെയ്യുമ്പോൾ മറ്റൊരു കുട്ടിയുടെ ഏജ് കാണാനുള്ള രൂപത്തിൽ നമുക്ക് ഇൻപുട്ട് കൊടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.